നൊവായ്സ് PSC ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 ജനുവരി മാസത്തിൽ PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച 2023 വർഷത്തെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം: പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2023 മെയ് 28. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ്? അത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡാണ്. മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം എത്ര രൂപയുടേതാണ്? 75. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം എന്നായിരുന്നു? 2023 മെയ് 28-നായിരുന്നു. ആരായിരുന്നു ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത മുത്തമിഴ് സെൽവിയാണ്. 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ് INS കീർപ്പാണാണ്. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്നത് കങ്കണ റണാവത്താണ്. ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭ ശശീന്ദ്രനും ചേർന്ന് ഏത് തമിഴ് കൃതിയാണ് പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷയായ ടൊക്ക് പിസിനിലേക്ക് വിവർത്തനം ചെയ്തത്? തിരുക്കുറലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം സൂററ്റാണ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം കോർബറ്റ് ടൈഗർ റിസർവാണ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ്? 2023 ജൂലൈ 14 വിക്ഷേപണ വാഹനം LVM-3 ആണ്. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റില ഔദൂർ വെറ്റിലയാണ്. ഔദൂർ വെറ്റില. മക്കൾ വളർത്തി കൂന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ചു വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിത പരപ്പിയമ്മയാണ്. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ ബെല്ലി. ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക് ജിയോ ബുക്കാണ്. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഏത് തടാകത്തിലാണ്? ദാൽ തടാകമാണ്. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിൻ്റെ വേദിയായ നഗരം മുംബൈയാണ്. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് G20 സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാം. ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രൂസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. വൺവെബിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റാണ് മെഹസാന, ഗുജറാത്തിലാണ്. 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ് ചേതന മാരു. വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച നോവലിസ്റ്റ് ആരാണ്? ചേതന മാരു ആണ്. കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ്? ഭാരത് NCAP ആണ്. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ചെന്നൈയിലാണ്. ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് തമിഴ്നാടാണ്. രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖര പട്ടണത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ലക്നോയിലാണ്. ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ? APJ അബ്ദുൽ കലാമാണ്. ആരൊക്കെ ചേർന്നാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്? നസീമ മരക്കാറും YS രാജനും ചേർന്നാണ്. ടാൻസാനിയയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? സ്വാമി വിവേകാനന്ദൻ്റെയാണ്. 2023 ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുത്ത മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ.
ഇന്ത്യയിലെ ആദ്യ സയൻസ് സിനിമ ഏതാണ്? ദ വാക്സിൻ വാർ ആണ്. ദ വാക്സിൻ വാർ എന്ന സിനിമ സംവിധാനം ചെയ്തത് വിവേക് അഗ്നിഹോത്രിയാണ്. കൊറോണ മഹാമാരിയും അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ്റെ കണ്ടുപിടുത്തവും അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഇത്, ദ വാക്സിൻ വാർ. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗതയോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് അതിവേഗ പാത ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി രാമേശ്വരം മാനമധുരയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ ഏതാണ്? കുയി ഭാഷ. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പതീർ പാഞ്ചാലിയായിരുന്നു. G20 വേദി ഏതായിരുന്നു? 2023 ഇന്ത്യയായിരുന്നു. മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ബാംഗ്ലൂരു. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദിയാണ്. വന്ദേ ഭാരതിൻ്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ AC ട്രെയിൻ സർവീസാണ് വന്ദേ സാധാരൺ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പലാണ് വിന്ധ്യഗിരി. അവകാശികളില്ലാതെ 10 വർഷത്തിൽ ഏറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനമാണ് RBI.